എല്ലാ കൂട്ടുകാർക്കും മല്ലു സെക്ഷന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കുറേ ഇൻഫർമേഷൻസ്, കുവൈറ്റ് എംഒഎച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈറ്റിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ കുവൈറ്റിലോട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കുവൈറ്റിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത്, അറ്റസ്റ്റേഷൻ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ മേടിക്കുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ താഴെ നിങ്ങൾ ചെയ്തിട്ടുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ റിപ്ലൈ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ കുറേ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർട്ടിഫിക്കറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻസ് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായിട്ട് ഈ വീഡിയോയുടെ താഴെ അറിയിക്കുക. ആ കമന്റുകൾക്കുള്ള ഉത്തരമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയം മുതൽ നമ്മൾ ബോധേഡ് ആയിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക. മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെന്യുവിൻ ആയിട്ടുള്ള ഏജൻസിയിൽ മാത്രം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരുപാട് ഏജൻസികൾ കുറേ പൈസയൊക്കെ മേടിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ജെന്യുവിൻ ആയിട്ടാണോ ചെയ്തു തരുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പുറകിൽ കാണുന്ന സീലുകളിലെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ പുറകെ ഒരുപാട് സീൽ ചെയ്തിട്ടാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കിട്ടുന്നത് അല്ലേ. നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്, ഈ സീലും കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ സീലിന്റെയും കൂട്ടത്തിൽ അതിലൊരു സീരിയൽ നമ്പറും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ, അതായത് MA ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് അവിടെ രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്ന ആ നമ്പറാണ് ആ സീരിയൽ നമ്പർ എന്ന് പറയുന്നത്. നമുക്കൊരു വെരിഫിക്കേഷൻ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ വെരിഫിക്കേഷൻ ടീം എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത് വെച്ചാൽ, ഈ സീരിയൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് അവർ വെരിഫൈ ചെയ്യുക. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ, അറ്റസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണ്, ഇത് അദ്ദേഹം ചെക്ക് ചെയ്തിരിക്കുന്നത് അവിടെ രജിസ്റ്റേർഡ് ആണോ, ഈ പറഞ്ഞ MAയിൽ ഇത് രജിസ്റ്റേർഡ് ആണോ എന്നൊക്കെ ഇവർ നോക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മൂടായ്പും ഇതിനകത്ത് ചെയ്യാതിരിക്കുക. ഏജൻസികളുടെ ലാഭം നോക്കി 1000, 500 അല്ല 1000 രൂപ ലാഭം നോക്കി നിങ്ങൾ ഒരിക്കലും ഒരു ജെന്യുവിൻ അല്ലാത്ത ഒരു ഏജൻസിയുമായി ബന്ധപ്പെടാതിരിക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഏജൻസി കൊടുത്ത് തന്നെ ഈ പറഞ്ഞ അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഈ വെരിഫിക്കേഷൻ, അതായത് ഈ പറഞ്ഞ ഹയറും ലോവറും ഫേസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കത്തുള്ളൂ എന്നുള്ള കാര്യമാണ്. നിങ്ങൾ കുവൈറ്റ് എംഒഎച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ 1 ഇയറിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ ഹയർ ആൻഡ് ലോവർ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ജെന്യുവിൻ ആയിരിക്കണം ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ. കാര്യം ഇത് കുവൈറ്റ് ആണ്. കുവൈറ്റിൽ എപ്പോൾ വേണമെങ്കിലും റൂൾസിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരാം. ഏതെങ്കിലും തരത്തിലുള്ള ഉടായ്പകളും കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ടെർമിനേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഈ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്ക് അയച്ചു തന്നിട്ട് ഇത് ക്ലിയർ ആണോ എന്ന് നോക്കാനായിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ചെക്ക് ചെയ്താൽ തന്നെ, അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്താൽ തന്നെ ആ സർട്ടിഫിക്കറ്റിന്റെ പുറകെ കൊടുത്തിരിക്കുന്ന സീലിംഗ് മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ സീരിയൽ നമ്പർ ഓക്കെ ആണോ എന്നറിയാനായിട്ട് നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പോയി അന്വേഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഏജൻസിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പറഞ്ഞ അറ്റസ്റ്റേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യമാണ്. ഈ പ്രോപ്പറായിട്ട് ഈ അറ്റസ്റ്റേഷൻ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ വെരിഫിക്കേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ, ഈ പറഞ്ഞ ഹയറും ലോവറും നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തത് റോങ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ അത് നിങ്ങളെ എഫക്ട് ചെയ്യുമെന്നുള്ള കാര്യമാണ് എടുത്ത് പറയാനായിട്ടുള്ളത് കേട്ടോ. കുവൈറ്റിലോട്ട് ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് SLC +2 തുടങ്ങി നമ്മുടെ ഇപ്പോൾ ഡിപ്ലോമ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ BSc ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നിങ്ങൾ കോപ്പി എടുത്തിട്ട് വേണം ഇവിടെ വരാനായിട്ട്. അറ്റസ്റ്റ് ചെയ്യാത്ത സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കോപ്പി എടുക്കണം. ഏകദേശം ഒരു 4 കോപ്പിയോളം നിങ്ങൾ എടുത്തിട്ട് വേണം ഇവിടെ വരാനായിട്ട്. ഇവിടെ വന്നതിന് ശേഷം ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇവിടെ മേടിച്ച് അത് സ്കാൻ ചെയ്തിട്ട് അവർ നമുക്ക് തിരിച്ചു തരുന്നതാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിൽ കരുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളോടൊപ്പം തന്നെ നിങ്ങൾ കയ്യിൽ കരുതുന്നത് BLS നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ACLS നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ACLS നിർബന്ധമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല, പക്ഷേ നിങ്ങൾക്ക് BLS നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഒരു സെന്ററിന്റെ ഇത് വേണം നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ BLS എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ BLS ഞാൻ നേരത്തെ എടുത്തതാണ്, അതിന്റെ വാലിഡിറ്റി തീർന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ കോളേജ് ഇല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിലും ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയുടെ താഴെ വന്ന കുറേ കമന്റുകൾ ഞാൻ വായിക്കാം.
ഹലോ ബ്രോ, നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്. വളരെ നല്ല അറിവുകളാണ് നിങ്ങളുടെ വീഡിയോയിൽ കൂടി ലഭിക്കുന്നത്. അതിനാദ്യമേ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് വിസ വന്നു, PCC അറ്റസ്റ്റേഷന് അയച്ചേക്കുകയാണ്. ഏപ്രിൽ 25-നാണ് വിസ എക്സ്പയർ ആവുന്നത്. PCC അറ്റസ്റ്റേഷൻ കൊടുത്തു കഴിഞ്ഞ് ഏകദേശം ടിക്കറ്റ് ഡേറ്റ് വെച്ച് മെസ്സേജ് ഇടുന്നതിൽ കുഴപ്പമുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോൾ വിസയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഈ വിസ വന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വിസ വരുന്ന ഡീറ്റെയിൽസ്, നമുക്ക് വിസ വരുന്ന ആ മെയിലിൽ തന്നെ അവർ ഒരുപാട് ഡീറ്റെയിൽസ് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ വിസയിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറിലോ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസിൽ, പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഇൻഫോം ചെയ്യാനായിട്ടുള്ള ഒരു മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട, ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എന്തെങ്കിലും തരത്തിൽ വിസയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മെയിൽ ഐഡിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. രണ്ടാമത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ PCC അറ്റസ്റ്റേഷൻ ചെയ്തതിന് ശേഷം, അതായത് നമുക്കൊരു 1 മന്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ MOH നിന്ന് ഒരു മെയിൽ നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ഈ പറഞ്ഞ മെഡിക്കലോ PCCയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അതിന്റെ കോപ്പി അയച്ചു കൊടുക്കാനായിട്ട് അവർ പറയുന്നതാണ്. ആ സമയത്ത് നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുത്താൽ മതി. അല്ലാതെ വിസ വന്നതിന് ശേഷം തന്നെ ആ വിസ മെയിലിന് നമ്മൾ ഒരു റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിസ വന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് മെഡിക്കൽ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യമാണ്. മെഡിക്കൽ എടുക്കുമ്പോൾ ഒരു ഏജൻസിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ട കാര്യമില്ല. മെഡിക്കൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു വാഫിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് അവർ തന്നെ നമുക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നമുക്ക് വെറും $10 കൊടുത്ത് നമുക്ക് തന്നെ ഈ പറഞ്ഞ അപ്പോയിൻമെന്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെയുണ്ട്. നമുക്ക് ഈ പറഞ്ഞ $10 അതിനാകുന്നുള്ളൂ എന്നുള്ള കാര്യമാണ്. പക്ഷെ മെഡിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് 7,500 രൂപ വീണ്ടും അടച്ചിട്ട് വേണം നമ്മൾ മെഡിക്കൽ ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇപ്പം മെഡിക്കൽ ഒരുപാട് ആൾക്കാർക്ക് ഫെയിൽ ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കുക, മെഡിക്കൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു എക്സ്റേ എടുത്ത് സ്വയമേ നിങ്ങളത് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ഡോക്ടറെ കാണിച്ചിട്ട് ക്ലിയർ ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു സെൻറ്ററുമായി ബന്ധപ്പെടാനായിട്ട് പോകുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 7,500 രൂപ നിങ്ങളുടെ വെള്ളത്തിലാകുന്നതാണ് എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. മറ്റൊരു മെസ്സേജ് ഞാൻ വായിക്കാം. എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞു, ഓഫർ ലെറ്റർ കിട്ടിയില്ല, ഒന്നും കൂടി അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ആപ്ലിക്കേഷൻ അണ്ടർ പ്രോസസ് എന്നാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു പാസ്പോർട്ട് വെച്ച് ഒരു തവണ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുമല്ല, ഇപ്പോൾ ലിങ്ക് പ്രസന്റ്ലി ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നിലവിൽ ആ ലിങ്ക് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ആ ലിങ്ക് നമുക്ക് അവൈലബിൾ ആയിരുന്നു, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ലിങ്ക് അവൈലബിൾ അല്ല. പിന്നെ ഈ സിസ്റ്റർ പറഞ്ഞതുപോലെ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അണ്ടർ പ്രോസസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇത് പ്രോസസ് ആണ്, നിലവിൽ പ്രോസസ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഇന്റർവ്യൂവിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വെയിറ്റ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരറിഞ്ഞിരിക്കാനായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വരുന്നതാണ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആകുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങിയത് ഒരു 2 മാസമെങ്കിലും നിങ്ങൾ കണക്കാക്കുക. 2 മാസത്തിനുള്ളിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലോക്ക്മെന്റ് മെയിൽ നിങ്ങളെ തേടി എത്തത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. കമന്റ് വായിക്കാം. അതിനകത്ത് പറഞ്ഞത്, ചേട്ടാ എനിക്ക് മെയിൽ വന്നു, ഫോം ഫില്ല് ചെയ്യാനായിട്ട് ലിങ്ക് തുറക്കുമ്പോൾ ടെമ്പററി ഔട്ട് ഓഫ് സർവീസ് എന്നാണ് കാണിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കുവൈറ്റ് MOH എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അവരെപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കും. നമ്മൾ ഈ പറഞ്ഞ ഗൂഗിൾ ഫോമും കാര്യങ്ങളെല്ലാം നിലവിൽ ഒരു ഗൂഗിൾ ഫോമും അവരിപ്പോൾ അലൗഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മെയിലിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഒരു ലിങ്കും കൂടെ കിട്ടുന്നുണ്ട്, ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം ഒരിക്കലും ഫില്ല് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ സാധിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു അപ്ഡേറ്റ് അവർ എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ വിസയുടെ കൂട്ടത്തിൽ നമുക്കൊരു ഗൂഗിൾ ഫോം കിട്ടുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം നേരത്തെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു, ഇപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത് ഇപ്പോൾ നിലവിലില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അവരെപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കും. നമുക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ മാത്രം നമ്മളത് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം കൂടെയാണ് പറയാനുള്ളത്. നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു, അവരോട് ചോദിച്ചു, അവർക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിച്ചു, എനിക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആകാൻ നിന്നാൽ ഒരു കാര്യവും നടക്കത്തില്ല. ഇത് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കുവൈറ്റ് MOH നടത്തുന്ന ഒരു ജെന്യുവിൻ ആയിട്ടുള്ള പ്രോസസ്സാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കുവൈറ്റ് MOH മാത്രമായിട്ടാണ്. വേറെ ആരുമായിട്ടും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, ബ്രദർ കേരളത്തിന് പുറത്തു നിന്ന് മെഡിക്കൽ എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തു നിന്ന് മെഡിക്കൽ എടുക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ നിന്ന് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് മെഡിക്കൽ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ശ്രീലങ്ക, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അവിടങ്ങളിലെല്ലാം ഈ പറഞ്ഞ വാഫിദ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റും ആ പറഞ്ഞ സ്ഥാപനവും കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. അവരുടെ അണ്ടറിൽ വരുന്ന ഒരുപാട് ക്ലിനിക്കലും സെന്ററുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ GCC രാജ്യങ്ങൾ, അതായത് ഈ പറഞ്ഞ ഒമാൻ, ഖത്തർ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്നും ഈ പറഞ്ഞ വാഫിദിന്റെ നിലവിലില്ല എന്നാണ് അറിയാൻ സാധിച്ചത്.
അവിടെ നിന്ന് നമുക്ക് മെഡിക്കൽ എടുക്കാൻ സാധിക്കത്തില്ല. അല്ലാതെ ഈ പറഞ്ഞ ഓതറൈസ്ഡ് ആയിട്ടുള്ള സെന്ററിലുള്ള എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് വിസ വരുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വാഫിദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സെന്ററിന്റെ ഒരു ലിങ്കും കൂടെ അവർ അയച്ചു തരുന്നുണ്ട്. ആ സെന്ററിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഒരുപാട് സെന്ററുകളിൽ പല പല രാജ്യങ്ങളുടെ സെന്ററുകളും കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ രാജ്യങ്ങളിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള സെന്ററിലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. 45 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. 45 വയസ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ഏജ് ലിമിറ്റ് ആയിട്ട് അവർ പറഞ്ഞിരുന്നത് ഈ പറഞ്ഞ 45 ഇയേഴ്സ് ആണ്. മിനിമം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇത് അപ്ലൈ ചെയ്യാനെന്ന് ചോദിക്കുന്നുണ്ട്. മിനിമം ഒരു 2 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് നമുക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി ഐ ഗോട്ട് ഇൻ ദ മെയിൽ ദാറ്റ് സക്സസ്ഫുൾ സബ്മിറ്റഡ് ആൻഡ് റിസീവ് റെഫറൻസ് നമ്പർ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ തുടക്കം മുതലുള്ള പ്രോസസ്സാണ്. നമ്മുടെ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഇതിനേക്കുള്ള ഉത്തരങ്ങൾ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് കാണുക. എനിക്കിങ്ങനെ എല്ലാത്തിനും ഉത്തരം നൽകാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങളൊരു രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇന്റർവ്യൂവിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരുന്ന ഒരു പ്രോസസ്സാണ്. ആ ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ലോക്കം മെയിലിന്റെ ഒരു മെയിലാണ്. എല്ലാ കമ്മ്യൂണിക്കേഷനും നടക്കുന്നത് ഈ പറഞ്ഞ മെയിൽ ത്രൂ ആണ് എന്നൊക്കെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. അദ്ദേഹത്തോടും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കോളേജ് തരില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് 2007 സമയത്ത് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഒരു കോളേജും ആർക്കും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഈ പറഞ്ഞ കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ആ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ എനിക്ക് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറയുക. ഒട്ടുമിക്ക കോളേജുകളും ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ആർക്കും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലാക്കി അവരുടെ അടുത്തുനിന്ന് മേടിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഓഫർ ലെറ്റർ വന്നായിരുന്നു. ഓൺലൈൻ വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് ക്യാൻസൽ ആയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈ ഓൺലൈൻ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്, കുറേ പേര് പറയുന്നുണ്ട് ഓൺലൈൻ വെരിഫിക്കേഷൻ്റെ മെയിൽ വന്നു, ഞങ്ങൾ വെരിഫൈ ചെയ്തു. കുറേ പേര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് മെയിൽ വന്നില്ല. എല്ലാവർക്കും ഈ പറഞ്ഞ വെരിഫിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഡൗട്ടുകൾ ഉള്ളവരെയാണ് അവർ വെരിഫൈ ചെയ്യുന്നത്. നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ വെരിഫൈ ചെയ്യും. വെരിഫിക്കേഷൻ മെയിൽ കിട്ടിയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ സമയത്ത് അവൈലബിൾ ആയിരിക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് അവര് വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മെയിൽ വഴി നിങ്ങൾ അറിയിക്കാവുന്നതാണ്. ഞാൻ അവൈലബിൾ ആയിരുന്നു, ആ സമയത്ത് നിങ്ങൾ വന്നില്ല എന്ന് നിങ്ങൾ അവരെ അറിയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഫോൾട്ട് കൊണ്ട് ആ വെരിഫിക്കേഷൻ മെയിലിൻ്റെ അകത്ത് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾ പങ്കെടുക്കാതിരിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വെരിഫിക്കേഷൻ്റെ മെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെരിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒരുപാട് പേരുടെ സംശയമാണ് ഈ പറഞ്ഞ കുവൈറ്റ് എംഒഎച്ചിലോട്ടുള്ള ഇന്റർവ്യൂ ഇപ്പം നടക്കുന്നുണ്ടോ, ഇന്റർവ്യൂ പ്രസന്റ്ലി സ്റ്റോപ്പ്ഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രസന്റ്ലി ഇന്റർവ്യൂ നടക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റംസാൻ മാസവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രസന്റ്ലി ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യമായിട്ടുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളും നടക്കുന്നില്ല. പക്ഷേ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതാണ്. ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇനി ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിലും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എന്നാണ് അത് നടക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക, മെയിൽ വന്നിട്ടുണ്ടോ നോക്കുക. അങ്ങനെ ഒരു മെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടൈമിൽ നിങ്ങൾ അവൈലബിൾ ആയി ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് വെൽ പ്രിപ്പയർ ആയിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് വൈസ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഫ്ലുവൻസിയിൽ നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. ഒരു 10 മിനിറ്റ് നീളുന്ന ഒരു ഇന്റർവ്യൂ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഇംപ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുവൈറ്റ് എംഒഎച്ചിന്റെ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ജോലി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു കമന്റ് ആണ്, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുവൈറ്റ് എംഒഎച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നുമല്ല. ഈ പറഞ്ഞ എൻ്റെ ചാനലുമായി ബന്ധപ്പെട്ട് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനായിട്ട് ആ ലിങ്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ വേറെ പറഞ്ഞിരിക്കുന്നു. മാർച്ച് 1 മുതൽ 3 മാസം കാലാവധിയുള്ള ഫാമിലി വിസിറ്റിംഗ് വിസ ലഭിച്ചു തുടങ്ങുമെന്ന് കേട്ടല്ലോ, അതിന്റെ അപ്ഡേറ്റ് എന്തായി എന്ന് പറയുന്നു. ഇതുവരെ ഒരു അപ്ഡേറ്റും ആയിട്ടില്ല.
നമ്മുടെ നേഴ്സുമാരെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം തരുന്ന ഒരു വാർത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഫാമിലി സ്റ്റാറ്റസ് ഇല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 3 മാസത്തെ ഫാമിലി വിസിറ്റിംഗ് വിസയെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. ഈ പറഞ്ഞ ഞാനും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഇതുവരെ ഫാമിലി വിസിറ്റിംഗ് വിസ ഈ പറഞ്ഞ 3 മാസം ആക്കിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഒരുപാട് പേർക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അറിവിലേക്കാണ് ആ ഒരു ഇൻഫർമേഷൻ പറയാനുള്ളത്. ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ കുറേ കമൻറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കുറേ കമൻറ്റുകൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ട്. കുറേ എണ്ണത്തിനൊക്കെ ഞാൻ മറുപടി കൊടുത്തു, കുറച്ചെണ്ണത്തിനൊക്കെ റിപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എനിവേ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുക. ആ കമൻറ്റുകളിലൂടെയാണ് എനിക്ക് പുതിയ പുതിയ കണ്ടന്റുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓഫർ ലെറ്റർ വന്നായിരുന്നു, ഓൺലൈൻ വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഇത് ക്യാൻസൽ ആയോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ജനുവരിയിൽ ഓഫർ ലെറ്റർ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് അത് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ജനുവരിയിലൊക്കെ ഓഫർ ലെറ്റർ വന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓഫർ ലെറ്റർ വന്നതിന് ശേഷവും നിങ്ങളുടെ വിസ പ്രോസസ്സിന് ഒരുപാട് സമയം എടുക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കാര്യം വിസ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു നീണ്ട പ്രോസസ്സ് തന്നെയാണ്. നിങ്ങൾ ഈ നിങ്ങളുടെ പാസ്പോർട്ട് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരിക്കലും ഈ നിങ്ങളുടെ വിസ പ്രോസസ്സ് സ്റ്റാർട്ടായി എന്ന് അതിനർത്ഥമില്ല. ചിലപ്പോൾ അവർ വിസ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 1-2 മാസങ്ങൾക്ക് ശേഷമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ കളിച്ചാലും ഒരു 2-3 മാസം അല്ലെങ്കിൽ 4 മാസത്തോളം സമയമെടുക്കും നിങ്ങളുടെ വിസ വരാനായിട്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്, ചെറിയൊരു പ്രോസസ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിസ വന്നതിന് ശേഷം നിങ്ങൾ പ്രസന്റ്ലി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് റിസൈൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. അതുതന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. കുവൈറ്റ് എമോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ലൈക്കിലൂടെ എന്നെ അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 150 ലൈക്കെങ്കിലും ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ തരുമെന്നുള്ള പ്രതീക്ഷയുമായിട്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുത്തൻ ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണുന്നതോടെ വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.